പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 10ാമത്തെ ദിവസത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് 11ാം രാവാണ്, നബിദിനം അല്ലേ. ഇനി ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് കണ്ട് സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 7 കാര്യം, ഈ 7 കാര്യം ഇന്ന് മുതൽ റബീഉൽ അവ്വൽ തീരുന്നതുവരെ ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മൾ ഈ മാസം ചെയ്യുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് 7 കാര്യം പ്രധാനമായും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ നമ്മൾ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട, ചെയ്തിരിക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണെന്നൊന്ന് കേട്ടാലോ? വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. ഒരു ചെറിയൊരു കുഞ്ഞൻ ദിക്ർ ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. ഇത് വലിയ മഹത്തുക്കൾ അവരുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ഒരുപാട് അവർക്ക് അനുഭവമുണ്ടായ, നല്ല നല്ല അനുഭവങ്ങളുണ്ടായ ഒരു ദിക്റാണ്, ചെറിയൊരു ദിക്റാണ്. ഇന്നിപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നു, ഉസ്താദേ ഇപ്പോൾ ഞങ്ങളുടെ മക്കൾ കഞ്ചാവിന് അടിമയാണ്, അതുപോലെ തന്നെ കൂട്ടുകെട്ട് മോശമാണ്, പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല, അതുപോലെ പഠനത്തിൽ മോശമാണ്, പഠിക്കുന്നില്ല, ഓർമ്മശക്തിയില്ല എന്നൊക്കെ ഒരുപാട് രക്ഷിതാക്കൾ പരാതി പറയാറുണ്ട്. നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്ന എന്തൊക്കെ ന്യൂനതകളുണ്ടോ, പ്രതിസന്ധികളുണ്ടോ, അതൊക്കെ മാറാൻ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട ഒരു ചെറിയൊരു കുഞ്ഞൻ ദിക്ർ. ഈ ദിക്ർ എപ്പോൾ പറയണം, എത്ര പ്രാവശ്യം പറയണം, എങ്ങനെ പറയണം, അതിൻ്റെ അർത്ഥം എന്താണ്, വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കാം. കൂടാതെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 12ാമത്തെ ദിനം നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള പ്രധാനപ്പെട്ട ചില സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. പിന്നെ അതുപോലെ ഓണം വെക്കേഷനാണ്, അതുപോലെ തന്നെ അവധിക്കാലമാണ്. നമ്മുടെ മക്കളൊക്കെ പല സ്ഥലത്തുമൊക്കെ യാത്രയൊക്കെ പോകുന്നുണ്ട്. അവരോടും കൂടി ഞാനൊരു കാര്യം പറയട്ടെ. എന്താണത്? വീഡിയോയിലുണ്ട്, അവസാനം വരെ കാണാൻ മറക്കണ്ട. ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകരുതേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വഖഫാ വസ്സലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, പരിപാവനമായ റബീഉൽ അവ്വൽ മാസം, ആ റബീഉൽ അവ്വൽ മാസത്തിൻ്റെ 10ാമത്തെ ദിനത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് 11ാം രാവാണ്. അതായത് നാളെ ഞായറാഴ്ച 12ാം രാവാണ്. ഇനി ഏതാനും ദിവസങ്ങൾ കൂടി എന്ന് പറയാനില്ല, ഏതാനും മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ നേതാവാദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ സമയത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുത്ത് റസൂലിൻ്റെ പൊരുത്തം നമുക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മളോട് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പലരും മദീനയിൽ നിന്നിട്ട് ദുആ വസിയത്ത് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി പറഞ്ഞിട്ടുണ്ട്. സോ ഞങ്ങൾ മദീനയിലുണ്ട്, എല്ലാവർക്കും വേണ്ടിയൊക്കെ ദുആരക്കുന്നുണ്ട്, നമുക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണേ എന്നൊക്കെ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും കമൻ്റായി എഴുതിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു തആല നമുക്കുമൊക്കെ മദീനയിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നൊക്കെ നല്ല രൂപത്തിൽ ഈമാനോടെ ഇഖ്ലാസോടുകൂടി പറയാനും ആ മുത്തുനബിയോടൊപ്പം നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ മക്കളുടെ വെക്കേഷൻ, ഓണം വെക്കേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നാളെ ഓണമാണ്, നാളെ തിരുവോണമാണ്. അപ്പോൾ അതിൻ്റെ ആഘോഷങ്ങളും ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിലും അതുപോലെ തന്നെ കോളേജുകളിലാണെങ്കിലും നമ്മുടെ മക്കൾ പഠിക്കുന്ന സ്ഥാപനത്തിലൊക്കെ പല പല പരിപാടികളും പല സെലിബ്രേഷനൊക്കെ നടക്കുകയാണ്. അപ്പോൾ പറയാനുള്ളത്, എല്ലാം നിങ്ങൾ നടത്തുന്നുണ്ട്. പരിശുദ്ധമായ ദീനിന് വിരുദ്ധമായ ഒരു പ്രവണതയിലേക്ക് നമ്മൾ പോയാൽ അത് വല്ലാത്തൊരു നഷ്ടമാണ്. ദുന്യാവിലും നഷ്ടം, നാളെ ആഖിറത്തിലും നഷ്ടം. അത് ഒറ്റ കാര്യം പറയുന്നുള്ളൂ. കൂടുതലായി ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. ഓണം ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് നമ്മുടെ സമുദായം ഒരുപക്ഷെ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ സഹോദരിമാരും അവരുടെ കുട്ടികളും ഒക്കെ ആഘോഷിക്കുന്നതിനേക്കാൾ കൂടുതലായി മുസ്ലിം സമുദായം ഏറ്റെടുത്ത് ഇത് ഞങ്ങളുടെ ആഘോഷമാണ്, ഇത് ഞങ്ങളുടെ പെരുന്നാളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് തരം താഴുന്ന ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാൻ പറയട്ടെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇത് ദീനിന് വിരുദ്ധമാണോ, അള്ളാഹ്ക്ക് എതിരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമായ ദിനങ്ങൾ അതുപോലെ രാവുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നബിതങ്ങൾക്ക് ഇഷ്ടമാണോ, എൻ്റെ ഹബീബിന് ഇഷ്ടമായതാണോ എന്നൊരു ആത്മവിചിന്തനം ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരുപാട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മളറിയാതെ ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മുടെ പുറകെയുണ്ട്. നമ്മളൊരു കാര്യം ചെയ്താൽ ആ കാര്യം ഒപ്പിയെടുത്ത് ലോകത്തെ അറിയിക്കാൻ ഒരുപാട് പേര് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഓണത്തിൻ്റെ പരിപാടിക്കിടയിൽ നമ്മുടെ മക്കളൊക്കെ കാട്ടിക്കൂട്ടുന്ന പല കോപ്രായങ്ങളും
പല വേണ്ടാത്തരങ്ങളൊക്കെ ഒപ്പിയെടുത്തിട്ട് അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കുമൊക്കെ ഷെയർ ചെയ്യാൻ ഒരുപാട് ആളുകൾ റെഡിയായി നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. മലപ്പുറം ജില്ലയിലാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വോയിസിലുള്ളത്. മലപ്പുറം ജില്ലയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ച് മുസ്ലിം പെൺകുട്ടികൾ തമ്മിൽ അടി. മുസ്ലിം പെണ്ണുങ്ങൾ തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, എന്താണ് ഫുൾ കൈ ചുരിദാറൊക്കെ ആയിട്ടിരിക്കുന്നത്, റോട്ടിൽ കിടന്ന അടിയും ബഹളവുമാണ്. അതിൻ്റെ ഇടയ്ക്ക് തെറി വിളിക്കുന്നുണ്ട്, വാപ്പയെ പറയുന്നുണ്ട്, ഉമ്മയെ പറയുന്നുണ്ട്, അങ്ങോട്ട് പോടി ഇങ്ങോട്ട് പോടി എന്നൊക്കെ പറഞ്ഞ് തട്ടം വലിച്ചെറിയുന്നു, മുടി പിടിച്ച് കുത്തുന്നു. എത്രയാ അത് കണ്ടിട്ട് ബാക്കിയുള്ള ആൺകുട്ടികളും ബാക്കിയുള്ള സമുദായത്തിലെ പെൺകുട്ടികളൊക്കെ ആർത്ത് ചിരിക്കുകയാണ്. അവരൊക്കെ കണ്ടിട്ട് നാണം കെട്ട് ആ പോകുന്ന ആളുകൾ ഇങ്ങനെ തലയിൽ കൈവച്ച് ഇതെന്താണ് ഈ കാണിക്കുന്നത്? നമ്മുടെ സമുദായത്തിലെ ഉത്തമ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണിക്കുന്ന ഈ കാട്ടായങ്ങളാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയം നിറഞ്ഞ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് അനുജത്തിമാരോട് പറയട്ടെ, നിങ്ങളിത് കേൾക്കുമോ കേൾക്കുന്നില്ലയോ എന്നെനിക്കറിയില്ല. ഏതായാലും നിങ്ങളുടെ രക്ഷിതാക്കൾ, നിങ്ങളുടെ ഉമ്മയും വാപ്പിത് കേൾക്കുന്നുണ്ടാകും. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത്, ഞാനൊരു രക്ഷിതാവാണ്, നമ്മളോടൊക്കെ പറയാനുള്ളത്, പരിശുദ്ധമായ ദീനിന് എതിരായ ഒരു കാര്യവും നമ്മളും ചെയ്യരുത്. മക്കൾ ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. അവരൊറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഓണം ആഘോഷിക്കാൻ പറ്റുമോ, ആഘോഷിക്കാൻ പറ്റില്ലേ, ഓണത്തിന് എന്താണ് സെറ്റ് സാരി ഉടുക്കാമോ, അതൊന്നും ഞാൻ പറയുന്നില്ല. ദീനിന് വിരുദ്ധമാണോ അവരൊറ്റ കാര്യം നോക്കിയാൽ മതി. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമാണോ, അള്ളാഹിൻ്റെ റസൂലിന് ഇഷ്ടമാണോ, അവരൊറ്റ കാര്യം നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ സംശയവും തീരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധമായ റബീഉൽ അവ്വൽ. ഇന്ന് 10ാമത്തെ ദിവസമാണ്. ഇനി നാളെ 11, 12, പിന്നെ 13 ദിവസങ്ങളൊക്കെ വരുന്നു. ഇനിയുള്ള റബീഉൽ അവ്വൽ ഇന്നത്തെ ദിവസം മുതൽ ഇനിയുള്ള ദിവസങ്ങൾ റബീഉൽ അവ്വൽ 30 വരെ അല്ലെങ്കിൽ 29 വരെ നമ്മൾ ഇശാ മഗ്രിബിന്റെ ഇടയിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു 7 കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ മക്കൾ ഒരുപക്ഷെ ഇതൊന്നും ശ്രദ്ധിച്ചോളമെന്നില്ല. പക്ഷെ മക്കളെ കൊണ്ടുപോലും നമ്മൾ രക്ഷിതാക്കളാണ് ഈ കാര്യങ്ങൾ ചെയ്യിപ്പിക്കേണ്ടത്. അപ്പോൾ 7 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കേട്ടാലോ? ബിസ്മില്ലാ. ഒന്നാമത്തേത് മഗ്രിബ് നമസ്കാരം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വെക്കേഷനാണ്. നമ്മുടെ മക്കൾ പല സ്ഥലത്തും ട്രിപ്പിന് പോകുന്നു, ടൂറിന് പോകുന്നു, കറങ്ങാൻ പോകുന്നു. ഞാൻ പോകണ്ടെന്നൊന്നും പറയുന്നില്ല, അവരൊക്കെ മക്കളാണ്. അവരെന്താണ് ഇപ്പോൾ ആ ഒരു പ്രായമാണ്, എല്ലാ സ്ഥലത്തേക്കും പോകണം, എല്ലാ സ്ഥലവും കാണണം, അതിനുള്ളൊരു പ്രായമാണ്. പക്ഷെ പോകുമ്പോഴും ഒരു വസിയത്ത് നമ്മൾ കൊടുത്തിട്ടേ പോകാവൂ. മക്കളെ, മോനെ അല്ലെങ്കിൽ മോളെ, പോകുന്ന സ്ഥലം ഏതാണെന്ന് അറിയില്ല, പക്ഷേ എന്താവണം, നിസ്കാരം ഖളാ ആക്കിയിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കരുത്. മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം ജമാഅത്തോടു കൂടി നിസ്കരിക്കാൻ പറ്റിയാൽ ഏറ്റവും ഖൈറാൻ. അല്ലെങ്കിൽ അത് ഖളാ ആക്കാതെയെങ്കിലും നിസ്കരിക്കണം. ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ പറ്റിയാൽ വലിയ ഖൈറാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പുരുഷന്മാർ പള്ളിയിൽ പോയി തന്നെ നിസ്കരിക്കുക, സ്ത്രീകൾ വീട്ടിൽ തന്നെ നിസ്കരിക്കുക. പിന്നെ പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ അവിടെ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ചിലപ്പോൾ മൗലിദിന്റെ സദസ്സ് ഉണ്ടാകും, അതിൽ പങ്കെടുക്കുക. അപ്പോൾ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിസ്കാരത്തിന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് മഗ്രിബ് നമസ്കാരം, ഇശാ നമസ്കാരം നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. 2, നിസ്കാരം അത് കഴിഞ്ഞുള്ള ദിക്റുകൾ, അതുപോലെ അത് കഴിഞ്ഞുള്ള ദുആകൾ, അത് കഴിഞ്ഞ് പിന്നെ വിശുദ്ധമായ ഖുർആനോത്ത്, ഇതൊക്കെ ഈ റബീഉൽ അവ്വൽ മാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ഒരുപാട് നമ്മൾ പിൻപറ്റണം, നബിയെ പറ്റി അറിയണം, പഠിക്കണമെന്ന് നമ്മൾ പറയുന്ന ഈ ഒരു മാസത്തിൽ പോലും നമ്മൾ ഇത് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ ഏത് മാസത്തിൽ നമ്മൾ ചെയ്യും? അപ്പോൾ അതുകൊണ്ട് റബീഉൽ അവ്വൽ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് പരമാവധി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മളും നമ്മുടെ വീട്ടിലുള്ള മക്കളും ഇശാ മഗ്രിബിന്റെ ഇടയിൽ നമ്മൾ എന്ത് ചെയ്യുക? വിശുദ്ധമായ ഖുർആൻ ഒരല്പമെങ്കിലും ബർക്കത്തിനായി ഓതുക. അതുപോലെ തന്നെ പറ്റുന്നതുപോലെ ദിക്റുകൾ പറയുക, സ്വലാത്തുകൾ പറയുക, മൗലിദ് നമ്മുടെ വീട്ടിൽ സംഘടിപ്പിക്കുക, മൗലിദ് നമ്മൾ ഓതുക. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മറന്നു പോകരുത്. ഞാൻ പറഞ്ഞല്ലോ, ഉമ്മമാരെ വീട്ടിൽ തന്നെ ഒരു ഹിക്കായത്ത് നിങ്ങൾ ഓതുന്നുണ്ടാകും. ഇപ്പം അൽഹംദുലില്ലാ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് പേര് മൗലിദിന്റെ സദസ്സിലൊക്കെ പങ്കെടുത്തിട്ട് ചൊല്ലുന്നുണ്ട്. അതിന് ശേഷമുള്ള ദിക്റിൽ പങ്കെടുക്കുന്നു, പിന്നെ അവസാനം ദുആയിലൊക്കെ പങ്കെടുക്കുന്നവരുണ്ട്. അൽഹംദുലില്ലാ, വലിയ സന്തോഷമാണ്. അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ഒരു ഹിക്കായത്തെങ്കിലും നമ്മൾ മൗലിദ് അതിന്റെ പദ്യമൊക്കെ ഓതി പ്രത്യേകമായി നമ്മൾ ദുആരക്കാൻ മറന്നു പോകരുത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട 3ാമത്തെ കാര്യം, നമ്മുടെ കുഞ്ഞു മക്കളെ 1 വയസ്സ് അല്ലെങ്കിൽ ജനിച്ച 6 മാസം 7 മാസം അല്ലെങ്കിൽ 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള മക്കളെ നമ്മൾ ആ ഒരു സമയത്ത് അനാവശ്യമായി പുറത്തേക്ക് ഇറക്കരുത്. ചെറിയ മക്കളാണെങ്കിൽ പള്ളിയിൽ മൗലിദിനൊക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്, അല്ലേ? ഓടിച്ചാടി പള്ളിയിൽ ഒച്ചപ്പാടും ബഹളവും ഉള്ള മക്കളാണെങ്കിൽ കൊണ്ടുപോകാതിരിക്കലാണ് നല്ലത്. അടങ്ങിയിരിക്കുക
ഇരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ മതി. കാരണം ആ ചെറിയ മക്കൾ ഇപ്പോഴേ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയാൽ ആ ഇതാണ് പള്ളിയാണ്, നിസ്കാരമാണ്, ഇത് മൗലൂദാണെന്നൊക്കെ നമുക്ക് ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾ പഠിച്ച് അത് മനസ്സിലാക്കി വെക്കാൻ പറ്റും. പിന്നെ ചെറിയ മക്കൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കാരണവശാലും അനാവശ്യമായി വീടിന്റെ വെളിയിലേക്ക് ആ ഒരു സമയത്ത് ഇറക്കരുത്. നമ്മുടെ വീട്ടിൽ തന്നെ ഇരുത്തുക. നമ്മൾ മൗലൂദ് ഓതുമ്പോൾ അവരെയും കൊണ്ടുവന്നിരുത്തുക. നമ്മൾ സ്വലാത്ത് ചൊല്ലുമ്പോൾ ഉറക്കെ സ്വലാത്ത് ചൊല്ലുക. മോനെ ചൊല്ല്, ഉപ്പച്ചി പറയുന്നത് പോലെ അല്ലെങ്കിൽ ഉമ്മ പറയുന്നത് പോലെ നീ സ്വലാത്ത് ചൊല്ല് എന്ന് നമ്മൾ പറയുമ്പോൾ അവരെയും കൂടി അവർക്കും കൂടി ചൊല്ലാൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ വോയിസുകൾ മാറ്റുക. അനാവശ്യമായി നമ്മുടെ മക്കളെ പുറത്തിറക്കരുത്. പിന്നെ ഇനി എന്തെങ്കിലും ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു, രോഗം വന്നു, എന്തെങ്കിലും അത്യാവശ്യമായി പുറത്തു പോകണം എങ്കിൽ നമുക്ക് പുറത്തേക്ക് ഇറക്കാം. അതല്ലാതെ അനാവശ്യമായി നമ്മൾ എന്ത് ചെയ്യരുത്, പുറത്തേക്ക് ഇറക്കരുത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ. ഇത് റബീഉൽ അവ്വൽ മാസത്തിൽ മാത്രമല്ല, ഒരു മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. നാലാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടാകും അല്ലെ, ആട്, പശു, കോഴി ഒക്കെ ഉണ്ടാകും. അതിനെയൊക്കെ ഈ മഗ്‌രിബിന് മുമ്പ് തന്നെ അതിന്റെ കൂട്ടിലേക്ക് നമ്മൾ അതിന്റെ എവിടെയാണോ നമ്മൾ കെട്ടുന്നത് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ചില ഉമ്മമാരുണ്ട്, മഗ്‌രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ വീടിന്റെ വെളിയിലേക്ക് അങ്ങോട്ട് ഇറങ്ങല, പിന്നെ തുണി എടുക്കാൻ പോകല്, പിന്നെ ഒന്ന് വീട് അടിച്ചു വാരല്. ആ വീടിന്റെ വെളിയിലുള്ള കാര്യങ്ങളൊക്കെ മഗ്‌രിബിന് ശേഷം ചെയ്യുന്നു. ഒരിക്കലും ചെയ്യരുത്. കാരണം ആ സമയത്ത് ചില പിശാചുക്കൾ വരുമെന്നാണ്. ആ സമയത്ത് ചില പിശാചുക്കൾ ഉണ്ടാകും. അവരുടെ ഉപദ്രവമേറ്റാൽ നമുക്ക് വല്ലാത്ത രോഗങ്ങളും വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് നിൽക്കരുത്. അപ്പോ ആടിനെ കൂട്ടിലേക്ക് കെട്ടാണെങ്കിൽ അത് മഗ്‌രിബിന് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ ആ കാര്യങ്ങളൊക്കെ ചെയ്യുക. അഞ്ചാമത്, വീടിന്റെ ജനല് വാതിലൊക്കെ അടച്ചിടുക. ഒന്ന് കൊതുക് കയറൂല, അതിനേക്കാൾ ഉപരിയായി റഹ്മത്തിന്റെ മലക്കുകൾ വീട്ടിലേക്ക് കടക്കാനത് കാരണമാണ്. അവർക്കിപ്പോൾ വാതിൽ തുറന്നിട്ടിട്ട് വേണം കേൾക്കാനൊന്നുമില്ല. വാതിൽ അടച്ചിടുക. അടക്കുന്ന സമയത്ത് ആ സമയത്ത് പല കാരണവന്മാർ പണ്ട് പറയാറുണ്ട്, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ജനലും വാതിലൊക്കെ കുറ്റിയിടണമെന്ന്. എന്തിനാ? പിശാച് കയറാതിരിക്കാണ്. അത് അവരുടെ വിശ്വാസമായിരിക്കാം. അങ്ങനെ വാതിൽ പിശാച് വീട്ടിലേക്ക് കയറാൻ ഇബ്ലീസിനെ വാതിൽ കുറ്റിയിട്ടാൽ കയറൂല, കുറ്റിയിട്ടില്ലെങ്കിൽ കയറും, അങ്ങനെയൊന്നുമില്ല. മൂപ്പർക്ക് എവിടെ വേണമെങ്കിലും ഏത് സമയത്തും വരാം. അതുപോലെ തന്നെ മലക്കൾക്കും അങ്ങനെയാണ്. പക്ഷെ എന്നാലും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ വീടൊന്ന് ഭദ്രമാക്കാൻ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് വേണം വീടിന്റെ ജനലടക്കാൻ, വാതിലടക്കാൻ. ആ കാര്യം മറന്നു പോകരുത്. ഖൈറിന്റെ ഒരു അടയാളമാണെന്നും നമുക്ക് കിതാബുകളിൽ കാണാം. ആറാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ അത് റബീഉൽ അവ്വൽ മാസത്തിൽ എന്നല്ല, അതല്ലാത്ത മാസത്തിലും ഒക്കെയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എന്ത്? വിശുദ്ധമായ നിസ്കാരം, ഖുർആനോത്ത്, സ്വലാത്ത്, തസ്ബീഹ്, മൗലിദ് പാരായണം, ഹദ്ദാദ് റാത്തീബ്, ഇതൊക്കെ കൊണ്ട് മുഖരിതമാക്കണം. നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ പല വീട്ടിലും ഇന്ന് വെക്കേഷൻ സമയമാണ്, ഓണവുമായി ബന്ധപ്പെട്ട് പുതിയ സിനിമകൾ, പുതിയ സീരിയലുകൾ, പുതിയ കോമഡി പരിപാടികളൊക്കെ ഇശാ മഗ്‌രിബിന്റെ ഇടയിലാണ് കൂടുതലായി നമ്മുടെ ടിവിയിലും അതുപോലെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യപ്പെടുന്നത് അല്ലെ, TV ഷോകളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ, പ്രത്യേകം നമ്മൾ ഇബ്ലീസിങ്ങനെ വട്ടം കൂടിയിട്ട് നമ്മൾ നശിപ്പിക്കാൻ ഈ സമയങ്ങളിൽ കാത്തിരിക്കുകയാണ്. അതുണ്ടാവരുത്. പ്രത്യേകം ശ്രദ്ധിക്കണേ. പുതിയ സിനിമകളൊക്കെ അത് തുടങ്ങുന്നതും ചിലപ്പോൾ അതിൻ്റെ പരസ്യം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗമൊക്കെ തുടങ്ങുന്നത് ഈ ഇശാ മഗ്‌രിബിന്റെ ഇടയിലായിരിക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുക. നമ്മൾ ആ സമയത്ത് ആ പരിപാടിക്കേ പോവാതെ, ആ ഭാഗത്തെ നമ്മൾ ചിന്തിക്കാതെ, നമ്മുടെ ചാനലിൽ മൗലിദിന്റെ സദസ്സുണ്ട്, അതിലൊക്കെ പങ്കെടുക്കുക. അറിയാവുന്ന ദിക്ർ, സ്വലാത്തുകളൊക്കെ പറയുക. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലേ, ഒരുപാട് പ്രയാസങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്. അതൊക്കെ മാറ്റി തരാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ അള്ളാഹിനോട് ദുആരക്കുക. കാരണം ഏത് സമയത്താണ് നമ്മൾ മരണപ്പെട്ടു പോവുക എന്ന് പറയാൻ പറ്റില്ല അല്ലെ. ഏത് സമയത്തും നമ്മൾ മരണപ്പെട്ടു പോവാം. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ മരണം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അവസാനത്തെ കാര്യം, ഏഴാമത്തെ കാര്യം, നമ്മുടെ മക്കള് മദ്രസയിലൊക്കെ പാട്ട്, പ്രസംഗം. ഇപ്പൊ ഇന്ന് ശനിയാഴ്ച ദിവസമാണ്. ഇന്ന് പല മദ്രസകളിലും നബിദിന പരിപാടിയുണ്ട്. നാളെ ഞായറാഴ്ച നബിദിന പരിപാടിയുണ്ട്. അതുപോലെ തന്നെ തിങ്കളാഴ്ച ചിലപ്പോൾ നബിദിന പരിപാടിയുള്ള സ്ഥലങ്ങളുണ്ടാവാം. അപ്പൊ നമ്മുടെ മക്കളുടെ പരിപാടികൾ മദ്രസകളിലും അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള സ്ഥലങ്ങളിലൊക്കെ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് പോയി സഹകരിക്കുക. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ചെയ്യേണ്ട നിർബന്ധമായ കാര്യമൊന്നുമല്ല. ഇനി ആ സമയത്ത് നമ്മുടെ ദിക്റും സ്വലാത്തൊക്കെ തീർന്നതിന് ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പരിപാടികളിലേക്ക് പോയിരിക്കുക, അത് സഹകരിക്കുക. ചിലപ്പോൾ നമ്മുടെ പരിസരത്തും നമ്മുടെ മഹല്ലത്ത് പള്ളികളിലും ഒക്കെ മൗലിദിന്റെ സദസ്സുണ്ടാകും, ചിലപ്പോൾ ബുറുദയുടെ സദസ്സുണ്ടാകും, ചിലപ്പോൾ മതപ്രഭാഷണ സദസ്സുകളൊക്കെ ഉണ്ടാകും. അൽഹംദുലില്ലാഹ് നമുക്ക് തന്നെ ഒരുപാട് സദസ്സുകൾ
കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സദസ്സുകളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഇരിക്കുക, ആ ഉസ്താദ് പറയുന്ന നല്ല കാര്യങ്ങളൊക്കെ കേൾക്കുക, എന്നിട്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറാനൊക്കെ ആയിട്ട് നല്ല നിയ്യത്തിൽ എന്തെങ്കിലുമൊക്കെ സ്വതക്ക കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതിമഹത്തായ കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഇനി അടുത്ത റബീഉൽ അവ്വലിൽ നമ്മളിങ്ങനെ ചെയ്യാൻ നമ്മൾ ഉണ്ടാകുമോ, നമുക്ക് ശരീരത്തിന് ആഫിയത്ത് ഉണ്ടാകുമോ, ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ഇശാ മഗ്‌രിബിൻ്റെയിൽ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ഞാൻ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും ഇന്ന് മുതൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു അമൽ പറഞ്ഞു തരാം. ഒരു കുഞ്ഞൻ ദിക്ർ. ഈ ഒരു കുഞ്ഞൻ ദിക്ർ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ എന്ത് ചെയ്യും? വുദു എടുക്കുന്നവരാണ് അല്ലേ? എല്ലാ സമയത്തും എല്ലാ ദിവസവും നമ്മൾ വുദു എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇൻഷാ അല്ലാഹ് ഒരു ദിക്ർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? കടങ്ങൾ മാറും. ഒരുപാട് പേരാണ് ഉസ്താദെ കടമാണ്, ലക്ഷക്കണക്കിന് രൂപ കടമുണ്ട്, ഇതെങ്ങനെയാ? ചില ആളുകൾ കടം വീട്ടാൻ വേണ്ടി ബാങ്കിൽ നിന്നും വീണ്ടും ലോൺ എടുക്കുന്നു. ആ ലോൺ അടച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പലിശക്ക് പൈസ എടുക്കുന്നു. ഇങ്ങനെ പലിശയുടെ മേൽ പലിശ, അതിൻ്റെ മേൽ പലിശ, ജപ്തി, അതുപോലെ തന്നെ ഒരുപാട് വിഷമങ്ങൾ, സങ്കടങ്ങൾ, കടങ്ങളൊക്കെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ കടങ്ങൾ മാറാൻ, വീട്ടിൽ ബറക്കത്തുണ്ടാവാൻ, നമ്മുടെ മക്കൾ വീട്ടിലുണ്ടെന്ന് ഉറപ്പുവരുത്തണേ. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കളുണ്ട്, അല്ലെങ്കിൽ ഇശാ കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ ഒരു സമയം വെക്കുക, 8:30-ക്കുള്ളിൽ നീ വീട്ടിൽ കയറിയിരിക്കണം, 8:30-ക്കുള്ളിൽ വീട്ടിലേക്ക് വന്നിരിക്കണം. പിന്നെ വാതിൽ തുറക്കൂല, അല്ലെങ്കിൽ 9 മണിക്കുള്ളിൽ വീട്ടിലേക്ക് വന്നിരിക്കണം. കാരണം ഇന്ന് നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ഇന്നിപ്പോൾ മക്കൾ ഒളിച്ചിരുന്നെന്നും അല്ല തെറ്റ് ചെയ്യുന്നത്, പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവസാന കാലഘട്ടമാകുമ്പോൾ തെറ്റുകൾ തെറ്റല്ലാതായി മാറും. ഇന്ന് എൻ്റെ റൂമിൽ ഒരു സഹോദരൻ, ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞ ഒരു വിഷമം എന്തെന്ന് പറഞ്ഞാൽ, ഉസ്താദേ എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. ആ പെൺകുട്ടി അവളെ കല്യാണം കഴിച്ച് വേറൊരു സ്ഥലത്താണ്, അവളങ്ങനെ വല്ലപ്പോഴൊക്കെ വരാറുള്ളൂ. എൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്, ഞാൻ എൻ്റെ മകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ഇന്ന് എൻ്റെ മകൻ്റെ മക്കൾ, അതായത് എൻ്റെ പേരക്കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് അവൻ ഈ ഹാൻസോ എന്തോ ഒരു പൻബ്രാഗോ ഹാൻസോ എടുത്ത് അവൻ്റെ ചുണ്ടിൻ്റെ ഉള്ളിൽ വെക്കുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ നിൻ്റെ മക്കൾ കാണുന്നുണ്ടേ, അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ വാപ്പയുടെ പണി നോക്ക് എന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടു കൂടി ആ പിതാവ് എന്ന് പറയുന്ന ആ ഒരു വാർത്ത, അവനിക്കും മക്കളില്ലേ, അവൻ്റെ മക്കൾ ഇങ്ങനെ അവനോട് പറഞ്ഞാൽ എത്രമാത്രം വിഷമം ഉണ്ടാകും ഉസ്താദെ എന്നൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത വിഷമത്തിൻ്റെ സങ്കടത്തിൻ്റെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കളെ ചെറുപ്പത്തിലെ, മുതിർന്നിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് മെക്കിട്ട് കയറും അല്ലേ, വാപ്പയുടെ പണിക്ക് പോ എന്നൊക്കെ പറയുന്ന മക്കൾ, അത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ചെറുപ്പത്തിലെ ദീനിയായ നമ്മുടെ ഉത്തരവാദിത്തം എന്താണ്? ദീനിയായി വളർത്തുക. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചിട്ടുള്ള അമാനത്ത് സ്വത്താണ് നമ്മുടെ മക്കൾ. അപ്പം അതുകൊണ്ട് ആ അമാനത്ത് നമ്മുടെ ചെറുപ്പത്തിലെ നമ്മുടെ മക്കളെ നമ്മൾ നല്ല രൂപത്തിൽ സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഈ അവധിക്കാലമാണ്, നമ്മുടെ മക്കളൊക്കെ ട്രിപ്പിന് പോകാനും കറങ്ങാൻ പോകാനൊക്കെ ഒരുങ്ങുന്ന സമയമാണ്. അതുപോലെ തന്നെ ഓണം വെക്കേഷനാണ്, അവധിക്കാലമാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമയായി പോവാതിരിക്കാൻ, മറ്റു മോശത്തരത്തിലേക്ക് പോവാതിരിക്കാൻ മാതാപിതാക്കളായ നമ്മുടെ 2 കണ്ണും തുറന്ന് തന്നെ ഇരിക്കണം. 2 കണ്ണും തുറന്ന്, വാപ്പയാവണം, ഉമ്മയാവണം, വാപ്പയാവണം. വാപ്പയാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അത് മക്കളെ ഇടങ്ങേറാക്കരുത്. വാപ്പന്മാരുണ്ട് അനങ്ങാൻ സമ്മതിക്കില്ല മക്കളെ, അങ്ങനെയല്ല. അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കുക, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റുന്നതാണെങ്കിൽ വാങ്ങിച്ചു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവരോടൊപ്പം ഇരിക്കുക, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, അവരോട് തമാശകൾ പറയുക, അതൊക്കെ വേണം. പക്ഷെ കാര്യമായിട്ട് പറയണം. മോനെ 9 മണിക്ക് നീ വീട്ടിൽ വരണം കേട്ടോ, അല്ലെങ്കിൽ 8:30-ക്ക് വീട്ടിലുണ്ടാവണം, മൗലിദിന് പള്ളിയിൽ ഉണ്ടാവണം കേട്ടോ. നമ്മളൊരു കണ്ടീഷൻ വെക്കുക. അത് വാപ്പയുടെ ഉത്തരവാദിത്തം ചെയ്യണം. അല്ല വാപ്പ ഒന്നും മിണ്ടൂല, അവനെപ്പോഴോ എന്ന് പോകുന്നു, അങ്ങനെയാവരുത്. വാപ്പായും മക്കളും തമ്മിൽ ഒരു അകൽച്ച, ഉമ്മയും മക്കളും തമ്മിൽ ഒരു അകൽച്ച ഉണ്ടാവരുത്. നമ്മൾ മക്കളോട് ചേർന്ന് നിൽക്കുക. ഒരുപാട് രക്ഷിതാക്കൾ പറയുന്നുണ്ട്, ഉസ്താദ് ഞങ്ങൾ പറഞ്ഞു മടുത്തു, അവൻ ഞങ്ങളെ മൈൻഡ് പോലും ചെയ്യുന്നില്ല, അങ്ങനെ പറയുന്ന രക്ഷിതാക്കളുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റിയ ദുആയാണ് അല്ലേ? പരിശുദ്ധമായ ഈ ഒരു റബീഉൽ അവ്വൽ മാസം നമ്മൾ പുണ്യമായ ദിനങ്ങളിലൂടെയാണ് പോകുന്നത്. ദുആക്ക് ഇജാബത്തുള്ള സമയമാണ്. അപ്പോൾ മൗലിദൊക്കെ ഓതിയിട്ട് സ്വലാത്തുകൾ അറിയാവുന്നതൊക്കെ സ്വലാത്തുകൾ പറഞ്ഞിട്ടൊക്കെ നമ്മൾ നല്ല രൂപത്തിൽ ദുആ രക്കുക. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അപ്പോൾ പറഞ്ഞു വന്നത് ഒരു ദുആ പഠിപ്പിച്ചു തരാം. കടങ്ങൾ മാറാൻ, വീട്ടിൽ ബർക്കത്തുണ്ടാവാൻ, മക്കളൊക്കെ അനുസരണയുള്ളവരാവാൻ ഒരു വലിയൊരു ഖൈറായ ഒരു ദുആയാണ് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ദുആ. ഏതാണത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സിഅ ലി ഫീ ദാരി. നമ്മൾ മുമ്പ് പഠിച്ച ദുആയാണ്, പക്ഷെ പലരും മറന്നു പോയിട്ടുണ്ടാകും. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി, അല്ലാഹുവേ എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ.
തരണേ അല്ലാ. വബാരിക് ലീ ഫീ റിസ്ഖി, എൻ്റെ ഭക്ഷണത്തിൽ എൻ്റെ റിസ്ക്, എൻ്റെ എന്താ റിസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭക്ഷണം, എൻ്റെ വെള്ളം, എൻ്റെ വസ്ത്രം, എൻ്റെ മക്കൾ, എൻ്റെ വീട്, എൻ്റെ വാഹനം, എൻ്റെ കച്ചവടം എല്ലാം റിസ്കിൽപ്പെട്ടതാണ്. അതിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. വവസ്സിഅലി ഫീ ദാരി, എൻ്റെ വീട് നീ വിശാലമാക്കി തരണം, അതിൽ നീ ഖൈർ തരണമല്ലാ, ബറക്കത്ത് തരണമല്ലാ. ഈ ദുആ നമ്മൾ മറന്നു പോവരുതേ. എല്ലാ ദിവസവും വുളു എടുക്കുന്നവരാണ് നമ്മൾ 5 വഖത്ത്. ആ വുളു എടുക്കുന്നതിന്റെ ഇടയിൽ പറയേണ്ട, പ്രത്യേകിച്ച് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ വുളു എടുത്തിട്ട് കിടക്കണേ. ആ എടുക്കുന്ന വുളുയിൽ നമ്മൾ മറക്കാതെ പറയണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ദംബി വബാരിക് ലി ഫീ റിസ്ഖി വവസ്സിഅലി ഫീ ദാരി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദുആ പഠിച്ചല്ലോ. അതോടൊപ്പം തന്നെ 7 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നു മുതൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ റബീഉൽ അവ്വൽ തീരുന്നത് വരെ, അതല്ലാത്ത ദിവസത്തിലും ഇനി തുടർന്നുള്ള ദിവസങ്ങളിലും ഒക്കെയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചു വെക്കുക, ഇത് പ്രാവർത്തികമാക്കുക, ഇത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ഒരുപാട് പേരാണ് നമുക്ക് വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്ത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി കൊടുക്കട്ടെ. നമ്മുടെയും അവരുടെയൊക്കെ ഹലാലായ മുറാദ് അല്ലാഹു ഹാസിലാക്കുമാറാവട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും അല്ലാഹു തആല കാക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു തആല മാറ്റി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.